ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയ്ക്ക് വഴിയൊരുക്കുവാനായിട്ട് വന്ന സ്നാപക യോഹന്നാന് ഇപ്രകാരം പറയുന്നുണ്ട്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 2-ാം തിരുവചനം, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോ വരികയാണ്. ഈശോനെ മനസ്സ് ചിന്തിച്ചുകൊണ്ട് വഴിയൊരുക്കുവാനായിട്ടാണ് സ്നാപക യോഹന്നാൻ പറയുക, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോയുടെ വരവോടുകൂടി സ്വർഗരാജ്യം നിന്റെ അടുത്തെത്തിയിരിക്കുന്നു. നീ മനസ്സിൽ വേണ്ടത്ര അന്തരം കൊണ്ടുവരും, മാനസാന്തരം കൊണ്ടുവരും, മനസ്സിന് പരിവർത്തനം കൊണ്ടുവരും. മനസ്സിന് പരിവർത്തനം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ ജീവിത വഴികളെ നന്നായിട്ടൊന്ന് പരിശോധിക്കുവാനാണ്. മാറ്റങ്ങൾ വരുത്തേണ്ടതിന് മാറ്റം വരുത്തണം. തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളുവാനും നിനക്ക് ജീവിതത്തിൽ സാധിക്കണം. എന്താ മാനദണ്ഡം? ക്രിസ്തുവിന് അനുസൃതമായിട്ട് അവന് വേണ്ടി മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിനക്ക് സാധിക്കണം. ഈ ദിവസങ്ങളൊക്കെ ക്രിസ്മസിനുള്ള ഒരുക്കത്തിൻ്റെതായ ദിവസങ്ങളല്ലേ. പല രീതിയിൽ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുന്നുണ്ടല്ലോ, പല രീതിയിൽ നമ്മുടെ ജീവിതത്തിന് വേണ്ടതായിട്ടുള്ള ക്രമപ്പെടുത്തുന്നുണ്ടല്ലോ. ക്രിസ്തു നിന്റെ ഹൃദയത്തെ പിറക്കുന്ന ഒരു അനുഭവം നിനക്കുണ്ടാകണം. അതിനുവേണ്ടി ജീവിതത്തെ നന്നായിട്ട് പരിശോധിക്കുക. മാറ്റങ്ങൾ ജീവിതത്തിന് ആവശ്യമാണ്. നീയാണ് ഏത് മേഖല എന്ന് തീരുമാനിക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിനക്കനുസൃതമായിട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നിന്റെ ചൈതന്യത്തിൽ നിലനിൽക്കുവാനായിട്ട് ഈ വ്യക്തിക്ക് വേണ്ടതായ എല്ലാ ദാനങ്ങളും നൽകണമേ. ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്തേണ്ട മേഖലകളെക്കുറിച്ച് ധ്യാനിക്കുവാനുമായിട്ടും വേണ്ടതായ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ഈ ദിവസത്തെ സമർപ്പിക്കുന്നു. ഈ ദിവസത്തിന് വേണ്ട കൃപകൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ എല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതൻ നീ, അങ്ങേ